തിരുവനന്തപുരത്ത് 5 പേരുടെ കൂട്ടക്കൊലയിൽ വിറങ്ങലിക്കുന്നു നാട്. കുടുംബാംഗങ്ങളെയും പെൺസുഹൃത്തിനെയും ഉൾപ്പെടെ പ്രതി അഫാൻ കൊലപ്പെടുത്തിയതിന് പിന്നിലെ കാരണമെന്ത് എന്നിതുവരെ വ്യക്തമല്ല. പ്രതി ലഹരി ഉപയോഗിച്ചുവെന്ന സംശയമുണ്ടെന്ന് പോലീസ് പറയുകയാണ്. നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ലഹരി ഉപയോഗത്തെക്കുറിച്ച് എന്തെങ്കിലും ലഹരി ഉപയോഗം അതിന്റെ എവിഡൻസ് ഉണ്ട്. ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ എവിഡൻസ് ഉണ്ട്. നമ്മൾ കൂടുതൽ സയന്റിഫിക് പരിശോധനയ്ക്ക് ശേഷം മാത്രം അത് കൂടുതൽ ഡീപ്പായിട്ട് പറയാൻ പറ്റും. ഏത് തരത്തിലുള്ളതാണ്? മദ്യമാണോ MDMA ആണോ? അങ്ങനെ അത് ഇപ്പൊ പറയാൻ പറ്റില്ല. പരിശോധനയ്ക്ക് ശേഷം ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് ഉണ്ട്. എല്ലാ എവിഡൻസും ഉണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള അഫാന്റെ അമ്മയുടെ മാതാവ് ഷെമിയുടെ മൊഴിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഷമീറുടെ സഹോദരൻ അവരുമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഷമീറിന്റെ വാക്കുകളാണ്. ഞാൻ കണ്ടായിരുന്നു. സംസാരിച്ച് കുഞ്ഞുങ്ങളെ ചോദിച്ച സംസാരം തിരിയണില്ല. സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞ് അങ്ങനെയുള്ളൊരു പയ്യനല്ല. രാത്രി വരെ മെസ്സേജ് അയക്കാനില്ല ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എന്തായാലും ഞാൻ ഇതുപോലെ വണ്ടി ഓടിച്ച് അവിടെ വണ്ടി ഓടിച്ച് ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് ഞാൻ ഇത് കണ്ട് വീട്ടിൽ വിളിച്ചപ്പോൾ ആരും ഫോൺ എടുക്കില്ല. അവസ്ഥ എന്ത് പറയാണെന്ന് എനിക്കറിയില്ല. തളർന്ന് കിടക്കുകയാണ്. തലയൊക്കെ സംസാരമൊന്നും ക്ലിയർ ആവില്ല. മൊത്തം ഒരുപാട് മുറിവാണ്. വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതുപോലെ പൈസ പ്രശ്നങ്ങളുണ്ട്. പൈസകൾ ഞാൻ സഹായിച്ചിട്ടുണ്ട്, എന്നെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ തന്നെ, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സ്വർണ്ണാഭരണം നൽകാത്തതുകൊണ്ടുള്ള പ്രതികാരമാണ് പിതൃമാതാവിനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് നിഗമനം. ഇന്നലെ വൈകിട്ട് സഹോദരനുമായി അഫാൻ പുറത്തേക്ക് പോകുന്നത് കണ്ടെന്ന അയൽവാസി സിന്ധു 24 പറഞ്ഞു. ഒരു സങ്കടമാണ്. കാരണം അവ എപ്പോഴും ഇവിടെ വരണം. ഇന്നലെ ഞാൻ കണ്ട് 4:30 സ്കൂൾ വിട്ട് വന്ന് ഇവിടെ ഇല്ലേ ബസ്സിൽ വന്നിറങ്ങി അവൻ ഞാൻ നടന്നു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഈ സഹോദരൻ തന്നെ ബൈക്കിൽ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആട്ടയിൽ അവ ഒറ്റയ്ക്ക്, ഇപ്പോൾ കൊച്ചു പയ്യൻ മാത്രം ഒരു ആട്ടയിലൊന്ന് ആട്ട ഇവിടെ വച്ചപ്പോൾ സ്പീഡ് കുറഞ്ഞ് അപ്പുറത്ത് പോകാൻ വേണ്ടി ആട്ട അപ്പുറത്ത് പോയി. അവ ഇറങ്ങണത് ഞാൻ കണ്ട. ആട്ടക്കാരന് ചെറുതായിട്ട് ഇങ്ങനെ ടാറ്റ ആക്കി, അവസാനത്തെ ടാറ്റ. ഇവ ആൾ പാവമാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ് ഈ 2-3 മാസം കൊണ്ട് അവ അങ്ങനെ വരണില്ല. ഇളയൻ്റെ തോളിൽ കൈയും പിടിച്ച് സാധനത്തിന് വരും. അഫ്സാനുടെയും ഫർസാനയുടെയും ഇൻക്വസ്റ്റ് പൂർത്തിയായ വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അഫ്സാന്റെ തലയ്ക്ക് ചുറ്റും മുറിവുകളാണ്. തലയുടെ ഒരു ഭാഗത്തെ മുറിവ് T ഷേപ്പിൽ ഒരു വലിയ മുറിവാണെന്നുള്ളത്. 3 മുറിവുകളും ഉള്ളത് ആഴത്തിലുള്ളതാണ്. ഫർസാനയുടെ മുറിവ് നെറ്റിയിലാണ്. നെറ്റിയിലെ മുറിവ് വലിയ ആഴത്തിലുള്ള മുറിവാണ്. നെറ്റിയിലെ മുറിവ് എന്നിപ്പോൾ അറിയാനും കഴിയുന്നുണ്ട്. പേരുമലയിൽ നഫാൻ പാങ്ങോട്ടേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. എലിവിഷം കഴിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള അഫാൻ ചികിത്സയോട് സഹകരിക്കുന്നില്ല. കൊല്ലപ്പെട്ട അഫാന്റെ കാമുകി ഫർസാനയുടെ കബറടക്കം ഇന്ന് വൈകിട്ടാണ്. കൊല്ലപ്പെട്ടവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. വെഞ്ഞാറമൂട്ടിലെ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നാണ് അഫാൻ ചുറ്റിക വാങ്ങിയത്. സ്വർണം പണയം വെച്ചതും വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലാണ്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ, അലക്സറ മുഹമ്മദ്, സലീം മാലിക്, അജീഷ് ജയകുമാർ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം സലീമിലേക്ക് ഞാൻ പോകുന്നു. സലീം, ഈ ഇൻക്വസ്റ്റ് നടപടികൾ വ്യക്തമാകുന്നത് ഓരോ കൊലപാതകവും അങ്ങേയറ്റം ബ്രൂട്ടലായി, ഓരോന്നെടുത്താലും മുറിവുകളുടെ അങ്ങേയറ്റം മുറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊലപാതകത്തിൻ്റെ പരമാവധി ക്രൂരമായി കൊലപ്പെടുത്തി എന്നതല്ലേ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ? സലീം. ഹാഷ്മി, ഉറപ്പായും ഈ ഇൻക്വസ്റ്റ് നടപടികൾ മാത്രം പൂർത്തിയായി കഴിയുമ്പോൾ തന്നെ ആ കൊലപാതകത്തിന്റെ ആഴം, അതിന്റെ ക്രൂരത വ്യക്തമാകുന്നതാണ്. എല്ലാ മുറിവുകൾക്കും വലിയ ആഴത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് ചുറ്റിക ഉപയോഗിച്ച് ആഞ്ഞടിച്ചു എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള മുറിവുകളാണ് ഉള്ളത്. ഒറ്റ മിനിറ്റ് സലിമ, മന്ത്രി GR അനിൽ പെരുമലയിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഏതെങ്കിലും ഒരാളിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ആ ഒരു പക്ഷത്തെ വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ട കാര്യമല്ല. ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അയാളുടെ വിഷം ഉള്ളിലുള്ളത് മാറ്റാനുള്ള ശ്രമം നടന്നു, അത് പൂർത്തിയായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ എലിവിഷമെന്നാണല്ലോ പുറത്തറിഞ്ഞത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്റ്റേജ് സമയം കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാക്കിയിട്ട് ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് പോകാൻ കഴിയുള്ളൂ. സ്വാഭാവികമാണല്ലോ, എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ചോദ്യം ചെയ്യലിലേക്ക് പോയില്ലല്ലോ. ചോദ്യം ചെയ്യൽ നടപടികൾ ഇനിയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. ഇന്നത്തെ ദിവസമാണല്ലോ, ആ നടപടികൾ വരുമ്പോൾ പുറത്ത് നമുക്ക് പറയാൻ കഴിയും. നമുക്കൊന്നും അറിയില്ല, നിങ്ങളെപ്പോലെയാണല്ലോ ഞങ്ങളെല്ലാം. എന്നാൽ ആ വിഷയത്തിൽ ഗവൺമെൻറ് ആശ്രയിക്കുന്നത് പോലീസിനെയാണ്. പോലീസ് അതിനനുസരിച്ചുള്ള സാഹചര്യം എത്തിയാലേ ചോദ്യം ചെയ്യലിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മളെല്ലാം വന്ന് പങ്കെടുത്തു കണ്ടു എന്നല്ലാതെ നമുക്കൊരു വ്യക്തത പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. സഹോദരനെ അടക്കം കൊന്നത് അതിക്രൂരമായാണെന്ന് പറയുന്നു. സഹോദരൻ അനിയൻ, അവൻ്റെ മുഖം കണ്ടാൽ തന്നെ ഓമനത്തുള്ളൊരു മുഖം. അനിയൻ കരഞ്ഞപ്പോൾ കല്ലുകൊണ്ട് ഇഷ്ടിക കൊണ്ട് കണ്ണിനടിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങേയറ്റം
ബ്രൂട്ടലായി കൊലപാതകം തന്നെ ക്രൂരമായ കൊലപാതകം ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതി ലഹരി ഉപയോഗിച്ചതിന് തെളിവുണ്ടെന്ന് പോലീസ് പറയുകയാണ്. ഏത് രീതിയിലുള്ള ലഹരിയാണ് എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ല, അത് പരിശോധനയിൽ വ്യക്തമാകും എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. ലഹരി അടിമയുടെ കൊലപാതകമാണോ, കൊലപാതക പരമ്പരയാണോ ഇത് എന്നുള്ളതടക്കം ഉള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുള്ളൂ. സലീം, നമ്മൾ പറഞ്ഞു വന്നത് ഈ കൊലപാതകത്തിലെ ക്രൂരമായ കൊലപാതക രീതിയാണ് ഓരോന്നും. സലീം. ഹാഷ്മി, തീർച്ചയായും അങ്ങനെ ആ ക്രൂരത അതിന്റെ ആഴം വെളിവാക്കുന്നതാണ് ഇതിലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ ഓരോ കാര്യങ്ങളും പറയുന്നത്. അങ്ങേയറ്റം ക്രൂരമായി ഓരോരുത്തരെയും കൊല ചെയ്തു എന്നുള്ളത് മാത്രമല്ല, കൊലപാതകത്തിൽ ഏതെങ്കിലും നിലയിൽ ആനന്ദം പ്രതി കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന നിലയിലാണ് ഈ കൊലപാതകങ്ങൾ അരങ്ങേറിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെഞ്ഞാറമൂട് ഗോകുലം ആശുപത്രിയിലാണ്, ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. അവിടെ ഇപ്പോൾ ഈ രണ്ടുപേരുടെ ഇൻക്വസ്റ്റ് നടപടികളാണ് ഇവിടെ നടന്നത്. അതൊന്ന് അഫാന്റെ സഹോദരൻ അഫ്സാന്റെയും ഒപ്പം പെൺസുഹൃത്ത് ഫർസാനയുടെയുമാണ്. രണ്ടുപേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. അതിനുശേഷം ഫർസാനയുടെ മൃതദേഹം ഇവിടെ നിന്നും പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അഫ്സാന്റെ മൃതദേഹവും ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. ഇതിൽ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പ്രകാരം, പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം അഫ്സാന്റെ തലയ്ക്ക് ചുറ്റും 3 വലിയ മുറിവുകളാണുള്ളത്. തലയുടെ 3 വശത്തുമായി വലിയ മുറിവുകൾ, ആ 3 മുറിവുകളും ആഴത്തിലുള്ളതാണ് എന്നുകൂടി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. അതിൽ തന്നെ ഒരു ഭാഗത്ത് തലയുടെ ഇടത്തെ ഭാഗത്ത് ഈ വശത്തായി ഒരു ടി ഷേപ്പിലാണ് ഒരു മുറിവുള്ളത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ചെവിയോട് ചേർന്നും മുറിവുണ്ട് എന്ന് പറയുന്നു. ആ ടി ഷേപ്പിലുള്ള മുറിവ് ഉൾപ്പെടെ വലിയ ആഴത്തിലുള്ളതാണ് എന്ന് പറയുന്നു. സമാനമായി ഫർസാനയുടെ മുറിവും ആഴത്തിലുള്ളതാണ്. ഫർസാനയുടെ മുറിവ് ആഴത്തിലുള്ളത് നെറ്റിയിലാണ് എന്ന് പറയുന്നു. നെറ്റിയിൽ വല്ലാതെ ആഴത്തിലാണ് ആ മുറിവ്, മുഖത്തിന്റെ രൂപം പോലും മാറുന്ന നിലയിലാണ് ആ മുറിവുള്ളത് എന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ക്രൂരതയുടെ അങ്ങേയറ്റം എന്ന് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാവുന്ന നിലയിലാണ് കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. അതുമാത്രമല്ല, ഈ നിലവിൽ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സാക്ഷിയായി നിലവിലുള്ള ഷെമി, അതായത് അഫാന്റെ മാതാവിൻ്റെ ആരോഗ്യനില ഇപ്പോൾ നേരിയ പുരോഗതിയുണ്ട്. അവർ കണ്ണു തുറന്നിട്ടുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ സംസാരം വ്യക്തമല്ല എന്നുള്ളതാണ് പറയുന്നത്. അല്പസമയം മുൻപാണ് അവരുടെ സഹോദരൻ നമ്മളോട് സംസാരിച്ചത്. കണ്ണു തുറന്ന് നോക്കി കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല. അതേസമയം ഈ ഒപ്പമുള്ള ആളുകളുമായിട്ടൊക്കെ കുറച്ചൊന്ന് സംസാരിച്ചു. കുട്ടികളെ തിരക്കി, തൻ്റെ പേര് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്, ഒപ്പം തന്നെ കുട്ടികളെ തിരക്കി എന്നുകൂടി പറയുന്നുണ്ട്. ആ നിലയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സഹോദരൻ പറയുന്നുണ്ട്. അതായത് ഈ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മകനാണ് എന്നുള്ള കാര്യം പോലും മറന്നിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരു ഉമ്മ കണ്ണു തുറന്ന ഉടനെ സ്നേഹത്തോടെ തൻ്റെ മക്കൾ എവിടെയെന്ന് ചോദിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ സഹോദരനുമായി അല്പസമയം മുമ്പാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ പറഞ്ഞതാണ് ആ ഉമ്മ കണ്ണു തുറന്ന ഉടനെ തൻ്റെ മക്കൾ എവിടെ എന്നാണ് ചോദിച്ചതെന്നല്ലേ. അങ്ങ് ബന്ധുവാണല്ലോ. ബന്ധുവാണ്. എന്താ കണ്ടിരുന്നു? അവരെ കാണാതില്ല, എൻ്റെ അനിയൻ കയറി കണ്ടു. പക്ഷേ കണ്ണു തുറന്ന് അവന് കാണാൻ അവസരം കൊടുത്തു, അവൻ കണ്ണു തുറന്നു. പക്ഷേ മരണങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. ഒരു മരണങ്ങളും അറിയിച്ചിട്ടില്ല. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നു എന്നാണോ മെച്ചപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ഡോക്ടർ ഇവിടുത്തെ വൈസ് ചെയർമാൻ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഗോകുലം ഗോപാലിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണല്ലോ ഇവിടുത്തെ വൈസ് ചെയർമാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ നേരിയ വ്യത്യാസമുണ്ട്. അഫ്സാന്റെ അങ്ങനെ ഹാഷ്മി, അങ്ങനെ അഫ്സാന്റെ ഇൻക്വസ്റ്റ് നടപടികൾ കൂടി പൂർത്തിയായിട്ടുണ്ട്. പൂർത്തിയായതിനു ശേഷം അഫ്സാനെയും അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി എത്തിക്കും. ഹാഷ്മി, നാടിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണ്, എത്രത്തോളം ആസുരമായ കാലത്തിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നത് നമ്മളെ കൊണ്ട് പിന്നെയും ഉറക്കെ ചോദിപ്പിക്കുന്ന വാർത്തകളുടെ ഒരു പൂരമാണ് ഈ കാലം. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ഈ പുതിയ വർഷം തുടങ്ങി ജനുവരി 1-ാം തീയതി മുതൽ ഈ ദിവസം വരെയുള്ള ഇത്തരത്തിലുള്ള അമ്മയും അച്ഛനെയും ഒക്കെ കഴുത്തറത്ത് കൊല്ലുകയും അടിച്ചു കൊല്ലുകയും ക്രൂരമായി കൊല്ലുകയും ചെയ്യുന്ന കൊലപാതകങ്ങളുടെ പരമ്പര എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ അത്രയും പെരുക്കമാണ്, പേടിയാവുന്ന വാർത്താക്കാലമാണ്.